ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്രം സീരിയലിലെ സീസൺ 2ന്റെ ഭാഗമായിട്ടാ പറയാൻ പോണത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതിന്റെ തമിഴിലെ ഒറിജിനൽ എപ്പിസോഡ് കണ്ടിട്ടാണ് റിവ്യൂ പറയണത്. ഫേക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒറിജിനൽ എപ്പിസോഡ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ തമിഴ് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോ നമ്മുടെ അങ്ങനെ വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യം തന്നെ അന്വേഷിക്കാൻ പോണത് വേദേനെയാണ് കേട്ടോ. വേദേനെ അന്വേഷിക്കാൻ വേണ്ടി ജഡ്ജിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ജഡ്ജി പറയുന്നുണ്ട്, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കിയതാണ്, എന്റെ പരമാവധി ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കി. പക്ഷെ നീ എന്താ ചെയ്തത്? തെറ്റുകളൊക്കെ നീ ചെയ്തു എന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ് ചെയ്തത്. ചെയ്യാത്ത തെറ്റ് പോലും നീ ചെയ്തു എന്ന് പറഞ്ഞ് കുറ്റം കോടതിയിൽ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നീ ഇപ്പൊ അന്വേഷിച്ചല്ലോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യനെയും കുഞ്ഞിനെയും. അവള് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവള് നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി എന്ന് പറയാണ്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. അവള് ഗർഭിണിയാണെന്ന് എനിക്കറിയായിരുന്നു. അവള് പിന്നെ ആ കുഞ്ഞ് എന്തിനില്ലാതാക്കണം? കാരണം നീ തെറ്റ് ചെയ്തെന്ന് കോടതി സമ്മതിച്ചപ്പോ അവക്ക് നിന്നോട് തീരാത്ത ദേഷ്യമായിരുന്നു. ആ ദേഷ്യത്തിൽ അവൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി ഇവിടുന്ന് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ അന്വേഷിക്കാത്ത സ്ഥലമില്ല. അവൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ആർക്കറിയില്ല. അവളുടെ അമ്മ മരിച്ചത് പോലും അവൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവളുടെ അമ്മ മരിച്ചത് പോലും അവളെ കാണാനില്ലാത്ത വിഷമത്തിലേക്ക് നീറിയാണ് അവളുടെ അമ്മ പോലും മരിച്ചത്. എന്നിട്ട് പോലും അവളെ കുറിച്ച് നമുക്ക് ഒരു വിവരവും ഇല്ല എന്നൊക്കെ പറയാണ്. അത് കേൾക്കുന്ന വിക്രത്തിന് ആകെ വല്ലാത്ത വിഷമോട്ടെ. തന്റെ കുഞ്ഞിനെ അവൾ ഇല്ലാതാക്കിയല്ലോ, ഓ എന്റെ കൊലകാരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിക്രം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണത്. നേരെ പോണത് ബാറിലേക്കാണ്. ബാറിൽ പോയിട്ട് വയർ നിറച്ച് കള്ളു കുടിക്കട്ടോ വിക്രം. അപ്പൊ കൂട്ടുകാരും കൂടെ തന്നെയുണ്ട്. അപ്പൊ വിക്രം എടാ വേണ്ടിടാന്ന് പറയുമ്പോ, എന്നാലും ഞാൻ ഇത്രയും വർഷം ജയിലിൽ കിടന്നപ്പോ എന്റെ കുഞ്ഞിനെ പുറത്തിറങ്ങാൻ വേണ്ടി കാണാനുള്ള തിടുക്കമായിരുന്നു എനിക്ക്. എന്റെ കുഞ്ഞിന്റെ മുഖം കാണാനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. എന്നിട്ട് അവൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി കളഞ്ഞല്ലോ. വയറ്റിൽ തന്നെ അവൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി കളഞ്ഞല്ലോ. അവൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്ക് അവൾ എങ്ങനെയെങ്കിലൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. അവളത് ചോദിക്കണം. നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് തീർക്കായിരുന്നു, എന്തിനാണ് എന്റെ കുഞ്ഞിനോട് തീർത്തേന്ന് എനിക്ക് അവളുടെ മുഖത്ത് നോക്കി ചോദിക്കണം എന്നൊക്കെ വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്. കുടിച്ചതിന്റെ പുറത്താണ് പറയണത്. അങ്ങനെ ഈ കുടിച്ച ഈ കോലത്തിൽ വിക്രത്തിനെ ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെല്ലാരും കൂടി ചേർന്ന് നമ്മുടെ രാധയുടെ അടുത്താണ് കൊണ്ടുപോണത്. രാധ ഇപ്പൊ വലിയ പൊസിഷനിലാണ് കേട്ടോ. അതായത് എന്താണ്, രാധ ഇപ്പോ വക്കീലാണ്. അപ്പൊ രാധയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. രാധ വലിയ വീടൊക്കെ വെച്ചിട്ടോ. അപ്പൊ ബെല്ലടിക്കുമ്പോഴേക്കും രാധ ഇങ്ങനെ വാതിൽ തുറക്കുന്നുണ്ട്. ആഹാ വിക്രം, ഇതെന്ത് കോലവാടാ, എവൻ എത്ര പേക്ക് അടിച്ചു എന്ന് കൂട്ടുകാരത്ത് ചോദിക്കുമ്പോ ഒന്നും പറയണ്ട, 2 കുപ്പി മദ്യം അങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങിയിരിക്കുകയാണ്. നീ അകത്തേക്ക് വാ, ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് കൂട്ടുകാരത്ത് പറയാണ്. അങ്ങനെ വിക്രത്തെ രാധയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് കൂട്ടുകാരെ അവിടെ നിന്ന് പോവാട്ടോ. രാധയുടെ അച്ഛൻ ഇതൊന്നും ഒട്ടും തീരെ ഇഷ്ടപ്പെടുന്നില്ല. രാധയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇവനെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കയറ്റുന്നത്? നിനക്കിപ്പോ നല്ല നല്ല ആലോചനകളൊക്കെ വരികയാണ്. ആ സമയത്ത് ഈ കുടികാരനെ എന്തിനാ മോളെ വീട്ടിലേക്ക് കയറ്റുന്നത്? അച്ഛനിപ്പോ വിക്രം കുടികാരനായിട്ടുണ്ടാവും. പക്ഷെ ഞാനിപ്പോ ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പൊസിഷനിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും കാരണക്കാരൻ ഒരേ ഒരാളാണ് വിക്രം. എന്നെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത്, എന്റെ ഇവിടെയും എത്താത്ത എന്റെ ജീവിതം വെറുതെ പോയി കിടന്നപ്പോ പഠിക്കാൻ പൈസ തന്നതും എന്നെ പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ചതും ഞാൻ ഈ വീട് വെച്ചതും ഇപ്പൊ പേരെടുത്തൊരു വക്കീലായതും എല്ലാത്തിനും കാരണം വിക്രമാണ്. അതുകൊണ്ട് പഴയതൊന്നും മറക്കല്ലേ അച്ഛാ എന്ന് പറയാണ്. ഞാനിപ്പോ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കാരണക്കാരൻ വിക്രമാണ്. അതുകൊണ്ട് വിക്രത്തിന് അതാണ് ഞാൻ അങ്ങനെ ഒഴിവാക്കി വിടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധ അവിടെ ഒരു റൂമിൽ വിക്രത്തെ കൊണ്ട് കിടത്താണ്. വിക്രം പറയുന്നുണ്ട്, രാധേ നിനക്കറിയാവോ അവള് എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന്, ഞാൻ എന്തിനാ രാധ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം പൊട്ടിക്കരയാണ്. അപ്പൊ രാധ പറഞ്ഞു, നീ സമാധാനത്തോടെ ഇരിക്കേ, എല്ലാം ശരിയാകും, സമാധാനത്തോടെ ഇരിക്കുന്ന പറഞ്ഞിട്ട് രാധ വിക്രത്തെ സമാധാനിപ്പിക്കാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കാൻ നമ്മുടെ വേദേനെയാണ് കേട്ടോ. അതെ, വർഷങ്ങൾക്ക് ശേഷം വേദേനെ കാണിക്കാണ്. വേദ ആന്ധ്രാപ്രദേശാണ് ഉള്ളത്. അവിടുത്തെ ജില്ലാ കളക്ടറാണ് വേദ. അങ്ങനെ അവിടെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കള്ളക്കടത്ത്, ഒരു അവിടുത്തെ വലിയൊരു പ്രമാണി പണവും സ്വർണവും ഒക്കെ കള്ളക്കടത്ത് നടത്തി ഇങ്ങനെ പോകുന്ന സമയത്ത് പോലീസുകാർ പിടിക്കുകയാണ്. പോലീസ് അത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മര്യാദക്ക് എന്നെ വിടാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വേദ അവിടേക്ക് വരുന്നുണ്ട്. താൻ ആരായാലും ഞങ്ങൾക്ക് എന്താടോ, തന്റെ കാറിൽ നിന്ന് ലോഡ് കണക്കിന് സ്വർണ്ണ ബിസ്ക്കറ്റുകളും പണമാണ് കണ്ടെടുത്തേക്കുന്നത്. ഇയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറയാണ് വേദ. അങ്ങനെ അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അവിടുത്തെ നാട്ടുകാരൊക്കെ വേദനെ നോക്കി കൈ അടിക്കാട്ടോ. കാരണം ആന്ധ്രാപ്രദേശിലെ ആ ഒരു സ്ഥലം തന്നെ വേദ മാറ്റിമറിച്ചു. അവിടെ ഇപ്പൊ അധർമ്മം ഒന്നുമില്ല. എന്തെങ്കിലും അധർമ്മം നടന്ന വേദ സ്പോട്ടിൽ ഇടപെട്ട് അവിടെ അതെല്ലാം സോൾവ് ചെയ്യാണ്. അങ്ങനെ ആ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമാണ്. വേദ ആരെ അറിയിക്കാതെ അവിടെ ഒളിച്ചും പാത്തുമാണ് കേട്ടോ ജീവിക്കണത്. അത് താൻ ഇവിടെ ഉള്ള കാര്യം ആർക്കും അറിയരുത്, അതിനു വേണ്ടിയാണ് വേദ അവിടെ നിൽക്കുന്നുണ്ടായത്. അപ്പൊ ഈ ഒരു പ്രമാണീനെ പിടിച്ച ഒരു
പ്രശ്നമാകുമ്പോഴേക്കും വേദന അവിടെ പത്രത്തിലൊക്കെ ന്യൂസ് വരുവാണ്. അത് മാത്രമല്ല വേദന ആ ഒരു സ്ഥലത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദന ഇപ്പൊ സസ്പെൻഡ് ചെയ്തേക്കണത് വേറൊരു സ്ഥലത്തെ, അതായത് ട്രാൻസ്ഫർ ചെയ്തേക്കാണ്. കുറച്ചു നാളത്തേക്ക് സസ്പെൻഡും അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ കൊടുത്തേക്കാൻ നമ്മുടെ കേരളത്തിലേക്കാണ്. വിക്രവും വേദ നിന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് വേദന ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. വേദക്ക് ആകെ ഷോക്ക് ആവാട്ടോ. ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എത്രയോ സ്ഥലങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലും കൊണ്ടേ തന്നെ ട്രാൻസ്ഫർ ചെയ്യായിരുന്നല്ലോ, ഈ സ്ഥലത്തിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്തല്ലോ എന്ന് വെച്ചിട്ട് വേദക്ക് ആകെ വല്ലാത്തൊരു വിഷമമാകാണ്. അപ്പൊ വേദനെ സഹായിക്കാൻ വേണ്ടി ഒരു ആയ ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ കുഞ്ഞിനെയൊക്കെ നോക്കണമല്ലോ. വേദ ജോലിക്കുമ്പോ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആയനെ വെച്ചിരിക്കുന്നത്. അവര് ആ കുഞ്ഞു പോലും വിളിക്കുന്നത് അമ്മേന്നാണ്. അവരുടെ പേരുണ്ട്, ആ പേരിന്റെ കൂടെ അമ്മേന്ന് ചേർത്തിട്ടാണ് വിളിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെയും വിക്രത്തിന്റെയും കുഞ്ഞിനെയാണ് കേട്ടോ. വേദയും വിക്രത്തിന്റെ കുഞ്ഞിനെ പരാതിയാണ് സ്കൂളിൽ ഓരോരോ പിള്ളേര് വന്നിട്ട്. അപ്പൊ ഒരു കുട്ടി അതിന്റെ പാരന്റ്സിനെയും അതിന്റെ ആന്റീനെയും അങ്കിളിനെയും വിളിച്ചിട്ട് വേദയുടെ വീട്ടിലേക്ക് വരുവാണ്. ഹലോ, ഇവിടെ ആരും ഇല്ലേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ആ ആയയാണ് പുറത്തേക്ക് വരുന്നത്. എന്താ കാര്യം ചോദിക്കുമ്പോ, എന്റെ മോളുടെ കൈ നിങ്ങൾ കണ്ടില്ലേ, ഇതേ പിച്ചി മാന്തി വെച്ചേക്കണ കണ്ടില്ലേ, ഇവിടത്തെ കൊച്ചു ചെയ്ത പണിയാണ്. അയ്യോ നിങ്ങൾ ക്ഷമിക്കണം. നമ്മളിത് എത്രാമത്തെ പ്രാവശ്യം ക്ഷമിക്കണത്, കളക്ടർ മേഡത്തിന്റെ കുഞ്ഞായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ക്ഷമിച്ചത്. കളക്ടർ മേഡം നമുക്കൊക്കെ ദൈവത്തെ പോലെയാണ്, അതുകൊണ്ട് മാത്രം ക്ഷമിച്ചത്. പക്ഷെ എന്റെ മോളുടെ കൈ കാണിച്ചു തരണം കണ്ടില്ലേ, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനി എന്റെ മോളെയോ ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടീനെയോ ഇവിടുത്തെ കുട്ടി വേദമേഡത്തിന്റെ കുട്ടി എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ പാരന്റ്സ് എല്ലാം കൂടി കംപ്ലൈന്റ് കൊടുക്കാൻ പോകുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് പോകുവാട്ടോ. അപ്പൊ ആയ നമ്മുടെ വേദയുടെ മോള് വരുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മോളെ, എന്തിനാണ് അവൾ ആ കുഞ്ഞിനെ നീ ഇങ്ങനെ ഉപദ്രവിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും ആ പെൺകൊച്ചു പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, അവൾ എന്നെ കളിയാക്കുക, എനിക്ക് അച്ഛനില്ല, എന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി, അതുകൊണ്ടിട്ടാണ് ഞാൻ അവളെ ഉപദ്രവിച്ചതെന്ന് പറയുമ്പോ ആയക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ വേദ അവിടേക്ക് വരുന്നുണ്ട്, ആയടുത്ത് ചോദിക്കുന്നുണ്ട്, അവൾ എവിടെ, ആ കുരുത്തം കെട്ടവള്, ദേ നീ അവളെ വഴക്കൊന്നും പറയാൻ നിൽക്കണ്ട, നോക്ക് അവള് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആഹാ കൊള്ളാലോ, കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ട് ചേച്ചി കാരണവും ന്യായവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതെ, ആ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ എന്താ കാരണമെന്ന് അറിയാവോ? ആ കൊച്ചെ അവളോട് ചോദിച്ചിരിക്കുക, അവളുടെ അച്ഛൻ ആരാണെന്ന് അവര് ചോദിച്ചു, അതിന്റെ ദേഷ്യത്തിലാണ് അവൾ ഉപദ്രവിച്ചത്. കുഞ്ഞിനെ കുറ്റമായിട്ട് കാര്യമില്ല, എനിക്ക് പോലും അറിയില്ല എന്താ സംഭവം എന്നുള്ളത്, നീ ആർത്തും പറയൂലല്ലോ, ദേ അതിനെ കുറിച്ചൊന്നും ചോദിക്കണ്ട. എന്നിട്ട് അവൾ എവിടെ, നീ തല്ലോന്ന് പേടിച്ചിട്ട് ഒളിച്ചു നിൽക്കുവാണ്. അതെ മോളെ, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കാണ്. അമ്മ തല്ലരുത്, പ്രോമിസ് ചെയ്യുന്ന പറയുമ്പോ പ്രോമിസ്, ഞാൻ തല്ലില്ല, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അമ്മേ അവരെന്നെ ഒരുപാട് അമ്മ കളിയാക്കണത്, എനിക്ക് ആ സ്കൂളിൽ പോകണ്ട അമ്മേ, ഓരോരോ പിള്ളേരെന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ്, എനിക്ക് അച്ഛൻ ആരാന്ന് അറിയില്ലെന്നും എന്റെ അച്ഛൻ ആരാണെന്നും നിന്റെ പേരിന്റെ കൂടെ എന്റെ അച്ഛന്റെ പേര് ചേർക്കാത്തെന്നും നിന്റെ ഇനീഷ്യൽ എന്താന്നൊക്കെ ചോദിച്ചു കളിയാക്കി കൊണ്ടിരിക്കാമേ, അതാ ഞാൻ അവരെ ഉപദ്രവിച്ചത്, എന്നോട് ക്ഷമിക്കാമേ, എനിക്ക് ആ സ്കൂളിൽ പോകണ്ട, ആ സ്കൂൾ നല്ല സ്കൂളല്ല, ആ ക്ലാസ്സിലെ പിള്ളേരെല്ലാം എന്നെ കളിയാക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോ വേദക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. വേദ പറയുന്നുണ്ട്, മോളെ നമുക്ക് എന്തായാലും ഇനി ആ സ്കൂളിൽ മോൾക്ക് പഠിക്കേണ്ടി വരില്ല. അതെയോ, എന്നെ വേറെ സ്കൂളിൽ ചേർക്കാൻ പോവാണോ? വേറെ ഏത് സ്കൂളിലാണ് ചേർക്കണത്? അത് നമ്മള് കേരളത്തിലേക്ക് പോവാൻ മോളെ. കേരളത്തിലേക്കോ? ഹായ്, എനിക്ക് കേരളം ഒരുപാട് ഇഷ്ടമാണ്, നമുക്ക് കേരളത്തിലേക്ക് പോയാലോ? കേരളത്തിലേക്ക് പോവാം. ഇനി മോള് അവിടുത്തെ സ്കൂളിലേക്ക് പഠിക്കണത്. അപ്പൊ ആയ ചോദിക്കണ്ട്, കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലേ? അതെ, ആ വലിയ പ്രമാണി ഉണ്ടല്ലോ, അയാളെ ഞാൻ ജയിലിലേക്ക് ഇടാൻ വേണ്ടി ഇതാക്കിയല്ലോ, അതിന്റെ മൂച്ച അയാൾ തീർത്തതാണ്. അതും ഞാൻ ഇഷ്ടപ്പെടാത്ത, ഞാൻ വെറുക്കുന്ന ആ നാട്ടിലേക്ക് തന്നെയാ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. വേദേ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ, ആ നാട് നിനക്ക് പ്രിയപ്പെട്ട നാടല്ലേ, 10-25 വർഷം നീ അവിടെ കഴിഞ്ഞതല്ലേ? എന്ത് വർഷം, എനിക്ക് അവിടെ കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്കിപ്പോ വലുത് ബുദ്ധിമുട്ട് തോന്നുവാണ്. നീ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, എപ്പോഴാണ് നിനക്ക് മാറേണ്ടത്? 1 മാസം, അതിനുള്ളിൽ തന്നെ മാറണം. എന്തായാലും മോളുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അവിടെ എടുത്തു വെക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് തമിഴിലുണ്ട്, മലയാളത്തിലും കാണാൻ സാധിക്കും. സീസൺ 2 വരുമ്പോ ഇത് ഞാൻ പറഞ്ഞത് ഒറിജിനൽ ഭാഗം തന്നെയാണ്. കുറെ പേര് ഫേക്ക് ആണ്, ഞാൻ ഉണ്ടാക്കി പറയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഉണ്ടാക്കി പറയണമെന്നല്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തമിഴ് കണ്ടിട്ട് കുറ്റപ്പെടുത്തിക്കോ, കുഴപ്പമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.